നൈത കിടക്കണോ സുമംഗലി ഓഡിറ്റോറിയം മേലാറ്റൂര് നമ്മളെ ചങ്ക് സുധീഷിന്റെ പെങ്ങളെ കല്യാണം കേട്ടോ. നൈത ഇരിക്കണു, ഇതാണ് പെങ്ങളും അളിയനും കേട്ടോ. ഇരിക്കട്ടെ, ഓരവിടെ തന്നെ ഇരിക്കട്ടെ. ആദ്യം തന്നെ കല്യാണപ്പെണ്ണിനും സുധീഷിനും വേണ്ടി ഷാഹുൽ മലയിലിന്റെ 2 വാഴ്ത്തിപ്പാടൽ. കാലചക്രത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് അനുസ്യൂതമൊഴുകുന്ന ജീവിതയാത്രയിൽ ഭാവിയുടെ വാതായനങ്ങളിൽ വധൂവരന്മാർക്ക് എല്ലാവിധ നന്മകളും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുധിയെ കുറിച്ചാണ്. സുധി കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ആള് സുന്ദരനാണ്, സുമുഖനാണ്, ആരോഗ്യ ദൃഢഗാതനാണ്, അഭ്യസ്ത വിദ്യനാണ്, സർവോപരി സൽഗുണ സമ്പന്നനാണ്. ഞങ്ങളുടെയൊക്കെ കണ്ണിലുണ്ണിയാണ്, നാട്ടുകാരുടെ ചിലരുടെയൊക്കെ കണ്ണിലെ കരടാണ്. പ്രോഗ്രാമിൽ 1ാം സ്ഥാനത്തെത്തി 1 കോടി കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുകയും ആദ്യ റൗണ്ടിൽ തന്നെ മനോഹരമായി പൊട്ടിപ്പോവുകയും ചെയ്ത വ്യക്തിയാണ്. അതിനുശേഷം അമൃത ടിവിയിൽ 2011 സൂപ്പർ ഡ്യൂട്ടി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് ഓഡീഷനിൽ പരാജയപ്പെട്ട് തിരിച്ചു വരികയും ചെയ്ത വ്യക്തിയാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുക, അഹങ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ല. ആ ഒരു മനസ്സാണ് ഞങ്ങൾ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചിട്ടുള്ളത്. അപ്പോൾ സുധി ഒരുപാട് പേരുടെ ശബ്ദം അനുകരിച്ച് ഒരുപാട് വേദികളിൽ നിറഞ്ഞ കയ്യടി വാങ്ങിയിട്ടുള്ള ആളാണ്. അപ്പൊ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു അദ്ദേഹത്തിൽ നിന്ന് പുകഴ്ത്തണമെന്ന്. അപ്പൊ വളരെ ചുരുങ്ങിയ വാക്കുകൾ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് സുധീഷിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മധുര മനോഹരമായ ശബ്ദത്തിന് വേണ്ടി ഞങ്ങൾ കണ്ണിൽ മണ്ണെണ്ണ ചോദിച്ച് കാത്തിരിക്കുകയാണ്. നന്ദി, നല്ല നമസ്കാരം. പാൽക്കാരിപ്പെണ്ണെ ബലാത്സംഗം കൊന്നതാ, ഇവന്മാരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്നാ പോട്ടാടിയ നമ്മുടെ പ്രിയപ്പെട്ട താരം ശ്രീ ജനാർദ്ദന ഭദ്ര ശൈലിയിലെ അത് കുരുവിത്തണം തുമ്പിച്ചതാണോ എന്നതാണ് വിശേഷം. ആ സുധീഷ് കുമാർ എന്ന് പറയുന്ന വീടല്ല ഇത്. അവരെ ആണും പെണ്ണും കെട്ടവരാണ് വല്ല കാലിത്തീറ്റ കൊടുത്ത് വളർത്ത്. ഈ ഏറ്റിക്കൊണ്ടിരുന്ന മുതലിന്റെ പേരാണ് ബഷീർ ബായ്. ജന്മന ബഷീറിന്റെ കാലുകൾക്ക് വലിയ സ്വാധീനമൊന്നുമില്ല, എന്നാലോ ഓൻ അതിന്റെ അഹങ്കാരമല്ല. ഓൻ ആ കാലോണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ എന്തിനാടാ കയ്യും കാലും. ഇതെന്തായാലും ക്യാമറയ്ക്ക് മുമ്പിലെ പെർഫോമൻസ് ഒന്നുമല്ല, ഇതാണ് യാഥാർത്ഥ്യം. ക്യാമറയ്ക്ക് പിന്നിലും ഷാഹുലും ബഷീറും ഇങ്ങനെയാണ്. ഇത് ബഷീർ ഷാഹുല് നമ്മളെ ചെറുപ്പം തൊട്ടുള്ള കളിക്കൂട്ടുകാരാണ് രണ്ടാളും. റിയാസ് എന്ന് പറയുമ്പോൾ ഞങ്ങള് ഓൻ പറഞ്ഞിരിക്കുന്ന കളിക്കൂട്ടുകാരനാണ്. മാനം കാണാതെ പുസ്തകത്താളിൽ ഒളിപ്പിച്ച മയിൽപ്പീൽ തുണ്ടിന്റെ പരിശുദ്ധി പോലെ മനസ്സിനകത്ത് ആത്മാർത്ഥ സൗഹൃദം സൂക്ഷിക്കുന്ന റിയാസ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനും ബഷീറിന്റെ ഒക്കെ ബാല്യകാല സുഹൃത്താണ്. പണ്ട് ഞങ്ങൾ കൈരളിയിൽ ഉണ്ടായിരുന്ന സമയത്ത് വിവൽ മിങ്സ് 2010 എന്ന പ്രോഗ്രാമിലൊക്കെ 10-20 സിനിമകളിലൊക്കെ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാതെ പോയി. പക്ഷേ അതിൽ ആ ഒരു രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റിയാസ് നല്ലൊരു കലാകാരനാണ്. ആരാ പറഞ്ഞത്? അവൻ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തായാലും റിയാസിന് ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾ ജീവിതം എടുത്ത് പോരടിച്ചിരിക്കുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാവുന്ന രസകരമായിട്ടുള്ള ഒരുപാട് പരിപാടികൾ റിയാസിന്റെ യൂട്യൂബ് ചാനൽ മിയ. അപ്പോൾ റിയാസിന്റെ പരിപാടി എല്ലാവരും കാണണം, മറക്കരുത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള സുഹൃത്തുക്കളാട്ടോ, കലാകാരാണ്, അനുഗ്രഹീത കലാകാരാണ്. എന്തൊക്കെയായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മളെ കാര്യം അതൊന്നുമല്ലല്ലോ. ഫുഡ് വായനല്ലെങ്കിൽ പിന്നെ എന്ത് സദ്യ. കുറെ ആയി നല്ലൊരു സദ്യ കഴിച്ചിട്ട്. എന്തായാലും തുമ്പപ്പൂ പോലുള്ള ചോറ് കണ്ടപ്പോ തന്നെ വയറ്റിന്ന് കളിയും ചീരിയും തുടങ്ങിട്ടോ. പിന്നെ മുന്നും പിന്നും നോക്കിയില്ല, സാമ്പാറും പപ്പടം കൂട്ടിയ അടി, ഒന്നൊന്നര അടി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന സാധനങ്ങളെ പേരൊന്നും എനിക്കറിയില്ല, നേരെയാണ് കണ്ണോടിക്കാൻ നമുക്ക്. ചോറ് കഴിക്കാനും വേണ്ടിയിട്ട് ഇല ഇങ്ങനെ നേർത്തി വെച്ച് ഓരോ തരം കൂട്ടാനും ഇങ്ങനെ വരാൻ വേണ്ടി കാത്തിക്കണ ആ ഒരു വൈബ്, അത് ഹിന്ദുസിന്റെ കല്യാണത്തിന് പോയാലേ കിട്ടുള്ളൂ. എന്നിട്ട് ആ തുമ്പപ്പൂ പോലുള്ള ചോറ് 2 കരി ചോറിട്ട് മതി എന്നും പറഞ്ഞിട്ട് ആ കൈ കൊണ്ട് തന്നെ സാമ്പാർ വിളമ്പാലൊരു കുഴി. സാമ്പാറിന്റെ ആള് വരുമ്പത്തിന് കുഴി നിർമ്മാണം കഴിഞ്ഞിട്ട് അതും കൂട്ടിയൊരു പിടുത്തം പിടിക്കുക. എല്ലാത്തിന്റെ അവസാനം 2 ഗ്ലാസ് പായസം. അതാണ് മക്കളെ നമ്മളെ മനസ്സിലെ ഹിന്ദുസിന്റെ കല്യാണം. പൊളി എന്നും പറഞ്ഞാൽ പോരാ, പൊളി കണ്ടങ്ങള്. എന്തൊക്കെയായാലും സംഗതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.